ആ കുട്ടി ഡൈവേഴ്സ് ആണെന്ന് പറയുന്നുള്ളൂ. ആ കുട്ടി ഡൈവേഴ്സ് അല്ല. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഒന്നുകളഞ്ഞു. ആ കുട്ടി ഡൈവേഴ്സ് അല്ല. ഞാൻ ഈ പറയുന്ന തെറ്റാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യണം. ഞാൻ ഈ രാഹുൽ ഈശ്വർ പറയുന്നത് ഈ തെറ്റാണെങ്കിൽ അതിജീവിതയെ അറസ്റ്റ് ചെയ്തു, അതിജീവിതയെ അപമാനിച്ചു എന്ന പേരിൽ എന്നെ അറസ്റ്റ് ചെയ്യണം. 2024 ഓഗസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം, ഡേറ്റ് എനിക്കറിയാം. ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടെങ്കിൽ അങ്ങ് എടുത്താൽ മതി. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി ചെയ്തത്. എന്നിട്ട് ഇപ്പം ആ പെൺകുട്ടിയെ നമ്മൾ വിളിക്കുന്ന പേര് അതിജീവിത. എവിടെ വിളിച്ചാലും സുമി വരുമോ? ഹസ്ബൻഡോടും കുട്ടികളോട് ചോദിച്ചു നോക്കട്ടെ. അത്യാവശ്യം പ്രായവും ഉത്തരവാദിത്വവും അറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന കുട്ടിയൊക്കെ അല്ലേ. അപ്പൊ ഈ ഇതിനൊന്നും വേണ്ടി ഒച്ച വെച്ചിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് അതിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുകയാണ്. അത്രയും പ്രശ്നത്തിലാണ് ലോകം. നിർബന്ധിച്ച് കഴിപ്പിച്ചു. ഈ കുട്ടിയുടെ കൺസെന്റോടുകൂടിയല്ലേ കഴിച്ചത്, കൺസെന്റോടുകൂടിയല്ലേ കുട്ടി ഉണ്ടായത്. പെട്ടെന്ന് എങ്ങനെ ലൈംഗികത കഴിഞ്ഞ് കൺസെന്റ് ഇല്ലാതായോ? നീ അങ്ങോട്ട് നോക്കി. അവിടെയാണ് ആണുങ്ങളെ കൊടുക്കാൻ എന്ത് എളുപ്പമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നിനക്ക് ആത്മവിശ്വാസം തരുന്നത് എന്റെ തെറ്റല്ലേ? പരസ്പര സമ്മതപ്രകാരം ലൈംഗികതയിൽ ഏർപ്പെട്ടിട്ട് നിർബന്ധിച്ചതാണെന്ന് പറഞ്ഞാൽ എന്തർത്ഥമുള്ളത്? അതെങ്ങനെ നിലനിൽക്കും? നാളെ ആർക്കെതിരെ അത് പറഞ്ഞൂടെ? നീ നല്ല പയ്യനാണ്. നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു.